സൂസന്നയോട് എല്ലാം സാവധാനത്തിൽ സംസാരിക്കാമെന്ന് കരുതി. ഇത്രയും വേണ്ടിയിരുന്നു സൂസന്ന? ഞാൻ പിന്നെ എന്ത് ചെയ്യണം? ഞാനൊന്ന് ഒഴിവായി കിട്ടാൻ എന്ത് വില തരണമെന്ന് എന്റെ മുഖത്ത് നോക്കി ചോദിച്ച ഭർത്താവിന്റെ കാല് പിടിച്ച് കെഞ്ചണോ? വേറൊന്നും ചിന്തിക്കാനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. നിങ്ങൾ ആരാ ഇതൊക്കെ ചോദിക്കാൻ? എന്റെ രക്ഷിതാവോ? ഇനി എന്റെ മുമ്പിലുള്ള ഒരേ ഒരു വഴി ആത്മഹത്യ തന്നെയാണ്. നിങ്ങൾ എന്നെ എത്ര പ്രാവശ്യം രക്ഷിക്കും? എല്ലാം തെറ്റിപ്പോയി സൂസന്ന. എന്റെ എല്ലാ പ്രാരാബ്ധങ്ങളും മറന്ന് ഞാൻ സൂസന്നെ സ്വീകരിക്കണമായിരുന്നു. അതായിരുന്നു ശരി. നിങ്ങളുടെ ശരികളും തെറ്റുകളും ഇനി എന്നോട് പറയണ്ട. ആദ്യം എന്നെ മോഹിപ്പിച്ചിട്ട് കുടുംബ പ്രാരാബ്ദം പറഞ്ഞ് സ്വയം പിന്തിരിഞ്ഞു. ഞാൻ ആഗ്രഹിക്കുകയോ സ്നേഹിക്കുകയോ അല്ല, വേർക്കുകയും ഭയപ്പെടുകയും ചെയ്തിരുന്ന ഒരാളെ വിവാഹം കഴിക്കാൻ നിങ്ങൾ എന്നെ നിർബന്ധിച്ചു. ഇപ്പോൾ അയാൾക്കും വേണ്ടതായപ്പോൾ ഞാൻ എന്നെ തന്നെ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. നിങ്ങൾ അതിന് സമ്മതിക്കില്ല? ഞാനത് അനുവദിക്കില്ല. എല്ലാ തെറ്റും എന്റേതാണ്. ആ തെറ്റ് എന്നേക്കുമായി തിരുത്താൻ ഞാൻ തയ്യാറുമാണ്. രാജേട്ടനോടെല്ലാം തുറന്നു പറഞ്ഞ് സൂസന്നെ സന്തോഷത്തോടെ ഞാൻ സ്വീകരിക്കും. നിങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് നിങ്ങളെ സ്നേഹിക്കാനും മറക്കാനും ഒക്കെ കീ കൊടുത്ത തുള്ളുന്ന പാവയല്ല ഞാൻ. എനിക്ക് മടുത്തു, എല്ലാം മടുത്തു. എനിക്ക് മരിക്കണം, ഞാൻ മരിക്കും. ഇല്ല സൂസന്ന, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എനിക്ക് എന്റെ സൂസനെ തിരിച്ചു വേണം. എന്നും സൂസനെ ഞാൻ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. എന്നും സൂസനയുടെ നല്ലതിനു വേണ്ടി ഞാൻ എന്തും ചെയ്തിട്ടുള്ളൂ. പക്ഷെ എല്ലാം തെറ്റിപ്പോയി. ആ തെറ്റ് ഞാൻ തിരുത്തുന്നു. ഐ വോണ്ട് യു. I don't want to lose you again. Susanna, Susanna, please. No, Susanna, Susanna. No. എനിക്കൊരു കുറ്റബോധവും തോന്നുന്നില്ല. രാജേട്ടൻ സൂസനെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഈ നിമിഷം വരെയുള്ളത് മുഴുവൻ രാജേട്ടനോട് തുറന്നു പറഞ്ഞ് സൂസനെ സന്തോഷത്തോടെ ഞാൻ സ്വീകരിക്കും. രാജേട്ടൻ വന്നാലുടനെ ഞാൻ വരാം. എല്ലാം തുറന്നു പറയാൻ എന്റെ മനസ്സിനെ ഞാൻ പഠിപ്പിച്ചു. രാജേട്ടന്റെ വരവിനായി ഞാനും സണ്ണിയും കാത്തിരിക്കുകയായിരുന്നു. പിറ്റേ ദിവസം രാത്രി രാജേട്ടൻ വന്നു. ഞാൻ എല്ലാം തുറന്നു പറയാൻ തുടങ്ങുമ്പോഴേക്കും രാജേട്ടൻ എന്നെ ഒന്നും പറയാൻ സമ്മതിച്ചില്ല. രാജേട്ടന് പറയാനുണ്ടായിരുന്നത് മുഴുവൻ പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് പിന്നെ ഒന്നും പറയാനുള്ള ധൈര്യവും ഉണ്ടായിരുന്നില്ല. എന്നെപ്പോലെ തന്നെ സണ്ണിയുടെ ധൈര്യവും ചോർന്നു. പക്ഷേ പിന്നീടുള്ള ഓരോ നിമിഷവും എന്റെ കുറ്റബോധം എന്നെ വേട്ടയാടാൻ തുടങ്ങിയപ്പോൾ ഞാൻ വീണ്ടും രാജേട്ടനോടെല്ലാം തുറന്നു പറയാൻ സണ്ണിയെ നിർബന്ധിച്ചു. രാജേട്ടനെ വഞ്ചിച്ചുകൊണ്ടുള്ള ഈ ഓരോ നിമിഷവും ഞാൻ നൂറുകയാണ്. നമുക്കെല്ലാം തുറന്നു പറയാം. വഞ്ചനയല്ല എന്ന് ഞാനും പറയുന്നില്ല. പക്ഷേ രാജേട്ടന്റെ നിലപാട് ഇങ്ങനെ മാറുമെന്ന് നമ്മൾ രണ്ടാളും കരുതിയതല്ല. ഞാൻ ചെയ്ത ഒരു തെറ്റ് തിരുത്താൻ ഒരു വലിയ തെറ്റ് ചെയ്യേണ്ടി വന്നു. ഇനി എല്ലാ തെറ്റുകളും തിരുത്താൻ മറ്റൊരു വലിയ തെറ്റ് കൂടി ചെയ്തേ ഒക്കൂ. ഒരു ദുസ്വപ്നം പോലെ നടന്നതെല്ലാം മറക്കണം. അല്ലെങ്കിൽ സൂസന്നയുമായി പുതിയൊരു ജീവിതം സ്വപ്നം കാണുന്ന രാജേട്ടൻ തകർന്നു പോവും. അങ്ങനെ സംഭവിച്ചാൽ പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട്. ഞാനൊരു ട്രാൻസ്ഫറിന് ശ്രമിക്കുന്നുണ്ട്. അത് കിട്ടും. അത് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ സൂസന്നയുടെ ജീവിതത്തിലേക്കൊന്ന് എത്തി നോക്കാൻ പോലും ഞാൻ വരില്ല. That will be the end of everything. സത്യത്തിൽ നമ്മുടെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി ഒഴിയാൻ സണ്ണി മനഃപൂർവ്വം ട്രാൻസ്ഫർ വാങ്ങുകയായിരുന്നു.
സണ്ണിയുടെ സെൻഡ് ഓഫ് പാർട്ടി രാജേട്ടൻ നടത്തിയ ദിവസം ഞാൻ ഗർഭിണിയാണെന്ന് രാജേട്ടൻ പറയുമ്പോൾ മാത്രമാണ് സണ്ണിയും അതറിയുന്നത്. സണ്ണിയുടെ ജീവനാണ് എന്റെ ഉദരത്തിൽ വളരുന്നതെന്ന കുറ്റബോധം സണ്ണിയെ എന്നെയും ആകെ തളർത്തിയിരുന്നു. എനിക്ക് ഈ ട്രാൻസ്ഫർ കിട്ടിയത് ഇപ്പൊ എന്തുകൊണ്ടും ഭാഗ്യമായി. ഇനി നമ്മൾ തമ്മിൽ ഈ ജീവിതത്തിൽ ഒരിക്കലും കാണില്ല. കാണാതിരിക്കട്ടെ, അല്ലേ? സൂസന്നയുടെ കുട്ടി രാജേട്ടന്റെ കുട്ടി തന്നെയാണെന്ന് സ്വയം മനസ്സിനെ പറഞ്ഞു വിശ്വസിപ്പിക്കണം. നിങ്ങൾക്ക് സന്തോഷം നിറഞ്ഞ ഒരു കുടുംബജീവിതം ഉണ്ടാവാൻ ഞാൻ പ്രാർത്ഥിക്കും. ഒന്നും അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. എല്ലാറ്റിനും എന്നോട് ക്ഷമിക്കണം മോളെ. പിന്നെ ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടില്ല. കാണരുതേന്ന് മാത്രമേ എന്റെ മനസ്സെപ്പോഴും പ്രാർത്ഥിച്ചിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ സണ്ണിയുടെ കല്യാണത്തിന് വരാതെ ഒഴിഞ്ഞു മാറിയതും പിന്നീട് ഡേസിയുടെയും മോളുടെയും മരണം അറിഞ്ഞിട്ട് പോലും കൂടെ വരാതിരുന്നതും. പക്ഷേ നമ്മൾ അന്ന് കോവളത്ത് വെച്ച് അവിചാരിതമായി സണ്ണിയെ വീണ്ടും കണ്ടു. സണ്ണിയും കല്യാണം കഴിച്ച് കുടുംബവുമായി സന്തോഷമായി കഴിയുന്നുവെന്ന് കണ്ടപ്പോൾ എന്റെ മനസ്സാകെ ഒന്ന് തണുത്തു തുടങ്ങി. പക്ഷേ പിറ്റേ ദിവസം രാവിലെ രാജേട്ടൻ നടക്കാൻ പോയ സമയം മോൾ ഒറ്റയ്ക്ക് മുറിയുടെ പുറത്ത് കളിച്ചുകൊണ്ടിരുന്നു. ഡേസിയും കുഞ്ഞും ഉണർന്നിരുന്നുമില്ല. I didn't mean it. അറിയാതെ സംഭവിച്ചു പോയതാണ്. ഐ എം സോറി. സത്യത്തിൽ മോളെ സണ്ണിൽ ആളിക്കുന്നത് കണ്ടപ്പോൾ അയാൾ മനഃപൂർവ്വം മോളുടെ മേൽ സ്വന്തം പിതൃത്വം സ്ഥാപിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. എനിക്ക് അയാളോട് വെറുപ്പും വിദ്വേഷവും തോന്നി. എന്റെ മനസ്സിൽ എന്റെ രാജേട്ടനും മോളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഒന്നിനെക്കുറിച്ചും ഒന്നും പറയാൻ സണ്ണിയോ ഞാനോ പരസ്പരം തുനിഞ്ഞതുമില്ല. അന്ന് വീണ്ടും പിരിഞ്ഞപ്പോൾ സമാധാനമേ തോന്നിയുള്ളൂ. പക്ഷേ ഡേസിയും കുട്ടിയും മരിച്ചുവെന്നറിഞ്ഞപ്പോൾ വേദനയേക്കാൾ എനിക്ക് ഭയമാണ് തോന്നിയത്. ആ ഭയം അസ്ഥാനത്തായിരുന്നില്ല. ഞാൻ ഭയന്നിരുന്നത് പോലെ തന്നെ സണ്ണി വീണ്ടും നമ്മുടെ വീട്ടിലേക്ക് വന്നു. ആ വരവാണ് നമ്മുടെ ജീവിതം ആകെ തകിടം മറിച്ചത്. രാജേട്ടൻ ഓഫീസിൽ പോയി കഴിഞ്ഞപ്പോൾ സണ്ണിയുടെ രൂപം ആകെ മാറി. നിൽക്ക്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടു വന്നത്. ഞാൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ ദൈവം എനിക്ക് തന്നു. എനിക്കെല്ലാം നഷ്ടപ്പെട്ടു. എന്റെ ഡേസി, എന്റെ മോള്, എന്റെ ജോലി, എല്ലാം. ഇനി ആകെ ഈ ലോകത്ത് എന്റേതെന്ന് അവകാശപ്പെടാൻ എനിക്കുള്ളത് നമ്മുടെ മോള. അവളെ എനിക്ക് വേണം. നിങ്ങളുടെ മകളോ? ഞാൻ കേണൽ രാജശേഖരൻ നമ്പ്യാരുടെ ഭാര്യയാണ്. സ്മിത രാജശേഖരൻ നമ്പ്യാരുടെ മകളാണ്. അവളെ അവകാശപ്പെടാൻ നിങ്ങളാരാ? സൂസന്ന രാജശേഖരൻ കേണൽ രാജശേഖരൻ നമ്പ്യാരുടെ ഭാര്യയാണെന്നുള്ളത് പരമമായ സത്യം. പക്ഷേ രണ്ടാമത് പറഞ്ഞത് പച്ചക്കള്ളം. സത്യം നിനക്കും എനിക്കും മാത്രം അറിയാം. അതുകൊണ്ടാണ് ഞാൻ അവളെ അവകാശപ്പെടുന്നത്. ഞാൻ അവളുടെ തന്ത. അങ്ങനെയല്ല എന്നെന്റെ മുഖത്ത് നോക്കി നിനക്ക് പറയാൻ പറ്റുമോ? നിങ്ങൾ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ തുടങ്ങാ? പ്ലീസ്, ഒരപേക്ഷയേ ഉള്ളൂ. നിങ്ങളായി തന്ന ജീവിതം നിങ്ങളായി തന്നെ നശിപ്പിക്കരുത്. ജീവിതത്തിൽ സ്വാർത്ഥനായിരുന്നെങ്കിൽ നീ എന്നെ എന്റേത് മാത്രമാകുമായിരുന്നു. എന്റെ കുടുംബത്തിന് വേണ്ടി നിന്നെ ആദ്യം ഞാൻ ത്യജിച്ചു. വീണ്ടും ഒരിക്കൽ കൂടി തിരിച്ചു കിട്ടിയപ്പോഴും സുഹൃത്തിന്റെ ജീവിതം തകരാതിരിക്കാൻ വേദനയോടെ മനഃപൂർവ്വം മറന്നു. പണ്ട് സംഭവിച്ചു പോയൊരബദ്ധം ഇന്നെല്ലാം നഷ്ടപ്പെട്ട എനിക്ക് ആകെയുള്ളൊരാശ്വാസമായി.
എനിക്ക് എന്റെ മോളെ വേണം സൂസന്ന. നിന്നെ മറന്നിട്ടല്ല, നീയും എന്റെ കൂടെ പോര്. നിന്നെ ഞാൻ ഇപ്പോഴും സ്വീകരിക്കാൻ തയ്യാറാണ്. ഇപ്പോഴെന്ന് മാത്രമല്ല, സണ്ണി സൂസന്നെ എപ്പോഴും സ്വീകരിക്കാൻ തയ്യാറായിരുന്നു. അന്നും ഇന്നും എന്നും ഞാൻ സൂസനെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. നമുക്ക് നമ്മുടെ മോളുമായി എവിടെയെങ്കിലും പോയി സുഖമായി ജീവിക്കാൻ സൂസന്ന. ഐ വോണ്ട് എ ലൈഫ്. സണ്ണി, നിങ്ങൾ എന്ത് ഭ്രാന്തായി പറയുന്നത്? അങ്ങനെയൊന്നും എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. എനിക്കെന്നല്ല, ഒരു ഭാര്യയ്ക്കും അമ്മയ്ക്കും കഴിയില്ല. സണ്ണി പ്ലീസ്, എന്റെയും എന്റെ കുഞ്ഞിന്റെയും എന്റെ രാജേട്ടന്റെയും ജീവിതം നിങ്ങളായിട്ട് നശിപ്പിക്കരുത്. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. ശരി, നിന്റെയും നിന്റെ രാജേട്ടന്റെയും ജീവിതം ഞാനായിട്ട് നശിപ്പിക്കുന്നില്ല. പക്ഷെ എന്റെ ജീവിതം നീയും നശിപ്പിക്കരുത്. എനിക്ക് എന്റെ കുഞ്ഞിനെങ്കിലും തിരിച്ചു കിട്ടണം. അല്ലെങ്കിൽ എനിക്ക് എല്ലാം രാജേട്ടനോട് തുറന്ന് പറയേണ്ടി വരും. ഞാൻ തുറന്ന് പറയും. ഐ വാണ്ട് മൈ ചൈൽഡ്, മൈ ഓൺലി ചൈൽഡ്, മൈ വൺ ആൻഡ് ഓൺലി ചൈൽഡ് ഇൻ ദിസ് വേൾഡ്. ഞാൻ കാല് പിടിച്ച് കരഞ്ഞപേക്ഷിച്ചിട്ടും അയാളുടെ മനസ്സ് മാറിയില്ല. എനിക്ക് അവസാനം ഒരു തീരുമാനം എടുക്കേണ്ടി വന്നു. മോളെ കൈമാറാമെന്ന് ഞാൻ സമ്മതിച്ചു. അതിനായി പൊന്മുടിയിലെ എൻ പോയിന്റിൽ പിറ്റേ ദിവസം കാത്തു നിൽക്കാമെന്ന് പറഞ്ഞ് അയാൾ പോയി. പക്ഷേ കൊണ്ടുവന്നില്ല. ഞാൻ അവസാനമായി അപേക്ഷിക്കുകയാണ്. നിങ്ങൾ തിരിച്ചു പോണം. എനിക്കെന്റെ കുഞ്ഞിനെ പിരിയാൻ കഴിയില്ല. എങ്കിൽ നമുക്ക് നമ്മുടെ മോളെയും കൊണ്ട് എങ്ങോട്ടെങ്കിലും പോകാം. എനിക്കെന്റെ രാജേട്ടനെയും പിരിയാൻ കഴിയില്ല. Then you are trying to cheat me. No. എനിക്കിനി ഒന്നും ആലോചിക്കാനില്ല. ഒന്നുകിൽ എന്റെ കുഞ്ഞിനെ ഞാൻ അപഹരിച്ചുകൊണ്ട് പോവുക, അല്ലെങ്കിൽ എല്ലാം രാജേട്ടനോട് തുറന്നു പറഞ്ഞ് നിന്നെ മോളെയും കൂട്ടിക്കൊണ്ടു പോവുക. അതുമല്ലെങ്കിൽ ആത്മഹത്യ. അതിനുള്ള ധൈര്യം എനിക്കില്ലാഞ്ഞിട്ടല്ല. നഷ്ടപ്പെട്ടു പോയ എന്റെ മോളുടെ കൂടെ ജീവിച്ച് എനിക്ക് കൊതി തീർന്നില്ല സൂസന്ന. എനിക്ക് ഇവളുടെ കൂടെ എങ്കിലും ഒന്ന് ജീവിക്കണം. എങ്കിൽ എനിക്ക് തന്നെ കൊല്ലേണ്ടി വരും. സൂസന്നയ്ക്ക് ഒരിക്കലും സണ്ണിയെ കൊല്ലാൻ കഴിയില്ല. ശരിയാണ്. പക്ഷേ എന്നെ കൊണ്ട് ആ പാപം ചെയ്യിക്കരുത് സണ്ണി. മാംസദാഹത്തിന്റെ കറപുരളാത്ത സ്നേഹം മാത്രം തന്നിട്ടുള്ള സണ്ണി.
ഒരു ഹൃദയത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന മുഴുവൻ സ്നേഹവും മനസ്സിന്റെ ഒരു കോണിൽ അടക്കിപ്പിടിച്ച് സൂസന്നയ്ക്ക് ഒരു ജീവിതം കിട്ടാൻ വേണ്ടി എല്ലാം ത്യജിച്ച് മാറി നിന്ന നിന്റെ സണ്ണി, മറ്റൊരു പുരുഷന്റെ കൂടെ ജീവിച്ചിട്ടും നിന്നെ ഒരു പൂജാപുഷ്പം പോലെ സ്വീകരിക്കാൻ തയ്യാറായ നിന്റെ സണ്ണി, എനിക്കുറപ്പുണ്ട് നിന്റെ ഉള്ളിന്റെ ഉള്ളിൽ എന്നും ഞാനും മോള് മാത്രമേ ഉള്ളൂന്ന്. മറ്റുള്ളതൊക്കെ ഒരു അഭിനയം മാത്രം. എനിക്കറിയാം. എന്റെ മനസ്സിൽ എന്റെ രാജേട്ടന് എന്റെ മോള് മാത്രമേ ഉള്ളൂ. ഉറപ്പാണോ? Then shoot me. നിന്റെ മനസ്സും നിന്നിൽ ജനിച്ച കുഞ്ഞിന്റെ പിതൃത്വം നിഷേധിക്കപ്പെട്ട നിന്റേതല്ലാതായി തീർന്ന ഈ സണ്ണി പിന്നെ എന്തിന് ജീവിച്ചിരിക്കണം? ആർക്ക് വേണ്ടി ജീവിച്ചിരിക്കണം? Shoot me. Come on, shoot me. ഒരുമിക്കാൻ കഴിയാതെ പോയ നീയും ഞാനും നമ്മുടെ കുഞ്ഞും എന്നും ഈ ഹൃദയത്തിന്റെ സ്വപ്നമായിരുന്നു. സുസന്ന, I love you.